നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എഴുന്നേറ്റ് നിൽക്കാൻ പണമില്ല, അപ്പോഴാണ് ഇന്ത്യയെ വെല്ലുവിളിച്ച് പാകിസ്ഥാൻ യുദ്ധത്തിനിറങ്ങിയത്. ഇപ്പോഴിതാ പാക് സൈനിക മേധാവിയുടെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. വെടിക്കോപ്പുകളില്ല, പടക്കോപ്പുകളില്ല, അള്ളാഹു രക്ഷിക്കുമെന്നാണ് സൈനിക മേധാവി തൻ്റെ സൈന്യത്തോട് പറയുന്നത്. പാകിസ്ഥാൻ സൈനികർ ജോലി ഉപേക്ഷിച്ച് കടന്നു കളയുന്നു എന്ന വാർത്ത ഇന്ന് രാവിലെ മുതൽ ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിനിടയിലാണ് പാക് സൈനിക മേധാവിയുടെ വീഡിയോ വൈറലാകുന്നത്. ഭയപ്പെട്ട് നിങ്ങൾ പിന്മാറരുത്, അള്ളാഹു രക്ഷിക്കുമെന്നാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി സൈന്യത്തോട് പറയുന്നത്. ഇന്ന് രാവിലെ ജമ്മുവിലെ സാംബ ജില്ലയിൽ 7 ഭീകരരെ അതിർത്തി സുരക്ഷാ സേന വധിച്ചു. BSF ആണ് 7 ഭീകരരുടെ തലയെടുത്തത്. നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് BSF വധിച്ചത്. 12ഓളം പേർ സംഘത്തിലുണ്ടായിരുന്നു. ബാക്കി 5 പേർ രക്ഷപ്പെട്ടെന്നാണ് വിവരം. അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഈ ഭീകരർക്ക് പൂർണ്ണ സംരക്ഷണം നൽകിയത് പാക് സേനാംഗങ്ങൾ. എന്നാൽ വെടിക്കോപ്പില്ലാതെ കുഴയുന്ന പാക് സേനാംഗങ്ങളെയാണ് അവിടെ കണ്ടത്. തുടർന്ന് പാക് സേനാ വിഭാഗം ഇന്ത്യൻ സൈനികർക്ക് നേരെ കല്ലെടുത്തെറിയുന്ന വിചിത്ര കാഴ്ച. രാത്രി 11 മണിയോടെയാണ് രാജ്യാന്തര അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളുണ്ടായത്. ജമ്മു, പഠാൻകോട്ട്, ഉധംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം നേരത്തെ വിഫലമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് നുഴഞ്ഞുകയറ്റക്കാരെ അതിർത്തി കടത്തിവിടാനുള്ള ശ്രമം പാകിസ്ഥാൻ സേന നടത്തിയത്. ചാവേർ ആക്രമണങ്ങൾക്കാണ് ഇത്തരം നുഴഞ്ഞുകയറ്റത്തിന് ഭീകരർ ശ്രമിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ കനത്ത ഷെല്ലാക്രമണമാണ് അതിർത്തി ഭാഗങ്ങളിൽ പാകിസ്ഥാൻ അഴിച്ചുവിട്ടത്. ഷെല്ലാക്രമണം ഇപ്പോഴും തുടരുന്നു. ഷെല്ലാക്രമണവും പീരങ്കി ആക്രമണവും മൂലം നിരവധി ഗ്രാമീണർ അതിർത്തി ജില്ലകൾ വിട്ട് ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. എന്നാൽ കടുത്ത തോതിൽ വെടിയുണ്ടകൾക്ക് ക്ഷാമമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞതുപോലെ അള്ളാഹു രക്ഷിക്കുമായിരിക്കുമെന്ന് ഒരുപക്ഷെ സൈനികർ കൂടി കരുതും. ഇന്ത്യയുടെ നേർക്ക് ഇന്നലെ രാത്രി പാകിസ്ഥാൻ തൊടുത്ത മിസൈലുകളൊക്കെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനമായ S-400 തകർത്തെറിഞ്ഞു. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച ഹമാസ് ഡ്രോണുകളും നിഷ്പ്രയാസം S-400 തകർത്തു. 1-2മല്ല, 50ലധികം ഡ്രോണുകൾ. എന്നാൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് തൊടുത്ത മിസൈലുകൾ കൃത്യ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചു. പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടങ്ങിവെച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ കൊലയാളി ഡ്രോണുകളായ ഹാരോപ്പുകൾ ശത്രുവിൻ്റെ ലക്ഷ്യസ്ഥാനങ്ങൾ തേടിയെത്തിയത്. ഇത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു. ആദ്യം ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ഡ്രോണുകൾ തകർത്തെറിഞ്ഞത്. ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിയ ഹാരോപ്പ് ഡ്രോണുകളുടെ ഏറ്റവും ശക്തമായ ആക്രമണം ഇന്നലെ പാകിസ്ഥാൻ അനുഭവിച്ചു. പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലും സജ്ജമാക്കിയിരുന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പൂർണ്ണമായി ഈ ഡ്രോണുകൾ തകർത്തു. തുടർന്നായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ. പാകിസ്ഥാൻ സേനാംഗങ്ങളും പാക്കികളും ഒരുപക്ഷെ നെഞ്ചുകൊണ്ട് ഇന്ത്യൻ മിസൈലുകൾ നേരിടുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹസിക്കുന്നു. വ്യോമപ്രതിരോധ സംവിധാനം തകർന്നതാണ് ഇത്തരം പരിഹാസങ്ങൾക്കുള്ള മുഖ്യ കാരണം. ചൈന സമ്മാനിച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യയുടെ മിടുക്കൻ ഡ്രോണുകൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തകർത്തെറിഞ്ഞത്. എന്നാൽ ഇന്ത്യൻ വ്യോമപ്രതിരോധത്തെ തൊടാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ S-400 എന്ന വ്യോമപ്രതിരോധ സംവിധാനം പൂർണ്ണ സജ്ജമായി നിലകൊള്ളുന്നു. ഇസ്രായേൽ ഇന്ത്യക്ക് സമ്മാനിച്ച വ്യോമപ്രതിരോധ സംവിധാനവും ഒപ്പത്തിനൊപ്പമുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധത്തിൻ്റെ സുദർശൻ ചക്ര അങ്ങനെ ശക്തമായ സംരക്ഷണ കവചമാണ് രാജ്യത്തിന് നൽകിയത്. ഇന്ത്യ എന്ന ഉരുക്കുകോട്ടയെ ഭേദിക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ പക്ഷേ അക്ഷരാർത്ഥത്തിൽ അടികൊണ്ട് പുളഞ്ഞു. വെടിക്കോപ്പുകളും പടക്കോപ്പുകളുമില്ല, കയ്യിൽ 5ൻ്റെ പണമില്ല. ഒടുവിലിത IMFനെ സമീപിക്കുന്ന പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികളുമായി ഇന്ത്യ കളത്തിലിറങ്ങി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പൊറുതിമുട്ടിയ പാകിസ്ഥാൻ കൂടുതൽ വായ്പയ്ക്കായി ലോകബാങ്കിനെ ഉൾപ്പെടെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നു. ശത്രുക്കൾ വരുത്തിയ കനത്ത നാശനഷ്ടം മൂലം കൂടുതൽ പണം ആവശ്യമാണ് എന്നതാണ് പാകിസ്ഥാന്റെ ആവശ്യം. സംഘർഷങ്ങൾക്കും ഓഹരി വിപണി തകർച്ചയ്ക്കുമിടയിൽ സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കാൻ രാജ്യാന്തര പങ്കാളികൾ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്ന ഒരു പോസ്റ്റ് പാകിസ്ഥാൻ സാമ്പത്തികകാര്യ വിഭാഗം X പോസ്റ്റിലാണ് ഈ കുറിപ്പിട്ടത്. എന്നാൽ ഇങ്ങനെയൊരു പോസ്റ്റ് തങ്ങൾ ഇട്ടിട്ടില്ല എന്നും അക്കൗണ്ട് ഹാക്ക് ചെയ്തതാണ് എന്നും വിശദീകരിച്ച് പിന്നീട് സാമ്പത്തികകാര്യ വിഭാഗം ഒരു നോട്ടീസ് ഇറക്കി. അതേസമയം ഇത് വാഷിംഗ്ടണിൽ IMFന്റെ യോഗം ചേരുമ്പോൾ ശക്തമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
രാജ്യാന്തര നാണ്യനിധി പാകിസ്ഥാന് നൽകുന്ന ധനസഹായം നിർത്തലാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടും. വാഷിംഗ്ടണിൽ ഇന്ന് IMFന്റെ നിർണായക ബോർഡ് യോഗം ചേരുമ്പോൾ അത് പാകിസ്ഥാനുള്ള കനത്ത തിരിച്ചടിയാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. വിദേശ ബാങ്കുകളിൽ നിന്നും IMFൽ നിന്നും പാകിസ്ഥാൻ കടമെടുത്ത് അത് ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നതാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം. ഇതിനെ നിഷേധിക്കുക പാകിസ്ഥാൻ ഒട്ടും എളുപ്പമല്ല. പാകിസ്ഥാൻ അയച്ച മിസൈലുകൾ ഒന്നൊന്നായി ഇന്ത്യൻ വ്യോമ പ്രതിരോധം തകർത്തതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. പഞ്ചാബിലെ ഹോഷിയാർപൂർ ജില്ലയിലെ കാമാഹിദേവി ഗ്രാമത്തിനടുത്തുള്ള വയലുകളിൽ നിന്ന് മിസൈലിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി. ലോക അവശിഷ്ടങ്ങൾ വ്യാഴാഴ്ച വൈകിട്ടാണ് കണ്ടെടുത്തത്. മിസൈൽ അവശിഷ്ടങ്ങളാണ് എന്ന് പ്രാഥമിക നിഗമനം. ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ എല്ലാ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും ഒന്നുപോലും നിലം തൊടാതെ ഇന്ത്യ തകർത്തെറിഞ്ഞു. കനത്ത പരാജയത്തെ തുടർന്നാണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപം കൂടുതൽ വെടിവെപ്പുമായി പാക് സേന ഇറങ്ങിയത്. എന്നാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു. ഒടുവിൽ പടക്കോപ്പുകളും വെടിയുണ്ടകളും തീർന്നതോടെ പാകിസ്ഥാൻ നിശബ്ദമായി. ഇന്ന് പുലർച്ചെ കാശ്മീരിലെ കുപ്വാര, ഉറി മേഖലകളിലാണ് കനത്ത ആക്രമണത്തിന് പാകിസ്ഥാൻ മുതിർന്നത്. ഇതിന് ശക്തമായ തിരിച്ചടി ലഭിച്ചതോടെ അവർ പിന്നോക്കം വാങ്ങി. ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സൗദി അറേബ്യ, ഖത്തർ, ചൈന എന്നിവരുമായി പാകിസ്ഥാൻ നിരന്തരം ചർച്ച നടത്തുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ പറയുന്നു. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ റോയിറ്റേഴ്സിന് നൽകിയത്. ഇന്ത്യൻ സുരക്ഷയുടെ കരുത്ത് തന്നെയാണ് ഇന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടത്. അത് മനസ്സിലാക്കിയ അമേരിക്ക ഇന്ത്യ പാക് സംഘർഷത്തിൽ തങ്ങൾ ഇടപെടില്ല എന്ന നിലപാട് വ്യക്തമാക്കി. ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ ഇപ്പോൾ വ്യക്തമായ പദ്ധതികളോ ഒരു പ്ലാനോ പാകിസ്ഥാന് മുന്നിലില്ല. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന്റെ വാക്കുകളിൽ ഇത് വ്യക്തമാണ്. നീതിപൂർവമായ ഈ യുദ്ധത്തിൽ അള്ളാഹു നമുക്കൊപ്പമുണ്ട്, അതുകൊണ്ട് സൈനികർ പിന്മാറരുത് എന്ന അഭ്യർത്ഥനയാണ് ഇപ്പോൾ പാക് സൈനിക മേധാവി മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാ സൈനികരോടും അള്ളാഹുവിൽ ആശ്രയിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഭയപ്പെടേണ്ട, അള്ളാഹു നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ അവൻ്റെ നിയമങ്ങൾക്കനുസൃതമായി പോരാടുന്നതിനാൽ അവൻ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. ഇന്ന് പുലർച്ചെയുള്ള പാക് ആക്രമണങ്ങൾക്ക് ശേഷം ഏറെക്കുറെ നിശബ്ദമായ തലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ. എന്നാൽ ഇരുട്ട് പടരുന്നതോടെ വീണ്ടും പാകിസ്ഥാന് ഭ്രാന്തിളകാനുള്ള സാധ്യതകളുണ്ട്. ഇത് മുൻകൂട്ടി കണ്ട് കനത്ത തിരിച്ചടി നൽകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഡൽഹി പൂർത്തിയാക്കി. ഇന്ന് രാവിലെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി കര, വ്യോമ, നാവികസേനകളുടെ മേധാവികളുമായി കൂടുതൽ ചർച്ചകൾ നടത്തി. വ്യാഴാഴ്ച നടന്ന ഏറ്റുമുട്ടലിൻ്റെയും തുടർ നടപടികളുടെയും പശ്ചാത്തലത്തിലാണ് ഇന്ന് നടന്ന കൂടിക്കാഴ്ച. ഏറ്റുമുട്ടൽ സംബന്ധിച്ച പല കാര്യങ്ങളും വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രം വ്യക്തത വരുത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇന്നലെ വൈകുന്നേരം 8 മണി മുതലാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഇന്ത്യയിലേക്ക് തുടങ്ങിയത്. 8:40 അതിർത്തി സംസ്ഥാനങ്ങളിൽ പാക് ആക്രമണങ്ങൾ ആരംഭിച്ചു. 9 മണിക്ക് ജമ്മു, പഞ്ചാബ്, രാജസ്ഥാൻ അതിർത്തികൾ പൂർണ്ണമായി ബ്ലാക്ക് ഔട്ടിലായി. ഇന്ത്യക്ക് കവചമായി സുദർശൻ ചക്ര മാറിയതോടെ പാക് ഡ്രോണുകൾ പൂർണ്ണമായി തകർന്നടിഞ്ഞു. 1-2 50 പാക് ഡ്രോണുകളാണ് നിലത്തു വീണത്. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ ആക്രമിക്കാനായി തിരിച്ച 3 പോർജെറ്റുകൾ ആദ്യഘട്ടത്തിൽ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തി. 2 പാക് പൈലറ്റുമാരെ കസ്റ്റഡിയിലാക്കി. തുടർന്ന് ഇന്ന് പുലർച്ചെ 2 പോർജെറ്റുകൾ കൂടി ഇന്ത്യ വീഴ്ത്തി. ഇന്നലെ രാത്രി 9:25 3 പാക് പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ടത്. ജയ്സാൽമേർ, അഖ്നൂർ, പത്താൻകോട്ട് എന്നിവിടങ്ങളിലായി പാകിസ്ഥാന്റെ F-16, F-17 പോർ വിമാനങ്ങൾ നിലത്തേക്ക്. 9:29 ധരംശാലയിലെ IPL മത്സരം നിർത്തിവെക്കുന്നു. 9:30 സംഘർഷത്തിലിടപെട്ട് അമേരിക്ക. എസ് ജയശങ്കറുമായി ചർച്ച നടത്തി. എന്നാൽ അമേരിക്ക ഇന്ത്യക്കനുകൂല നിലപാട് സ്വീകരിക്കുന്നു. 10:13 പ്രധാനമന്ത്രിയെ കണ്ട് അജിത് ഡോവൽ. ഇന്ത്യ ആക്രമണം വീണ്ടും ശക്തമാക്കി. 10:25 പാക് മണ്ണിൽ തിരിച്ചടി അതിശക്തമായി തുടർന്നു ഇന്ത്യ. 10:30 ഇസ്ലാമാബാദ്, കറാച്ചി, ലാഹോർ, സിയാൽകോട്ട് എന്നിവിടങ്ങളിൽ ഇന്ത്യൻ പ്രഹരം. ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങളിൽ തരിച്ചു നിൽക്കുന്ന പാകിസ്ഥാൻ. 10:35 8,000-ഓളം ട്വിറ്റർ അക്കൗണ്ടുകൾ നീക്കം ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക്. 11 മണിക്ക് ദില്ലിയടക്കം പ്രധാന നഗരങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. 11 മണിക്ക് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ വീടിനടുത്ത് സ്ഫോടനം. വെറും 20 കിലോമീറ്റർ മാത്രം അകലെയാണ് സ്ഫോടനം നടന്നത്. തുടർന്ന് പാക് പ്രധാനമന്ത്രിയെ വീട്ടിൽ നിന്ന് മാറ്റി ബങ്കറിലേക്ക്. 12:30 കൊറ്റ പിടിച്ച് ബലൂച്ച് ലിബറേഷൻ ആർമി. ഇതോടെ അക്ഷരാർത്ഥത്തിൽ തളർന്നു നിന്നു പാകിസ്ഥാൻ. 12:45 സാംബയിൽ പാക് നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത് സേന മുന്നോട്ട്. 12:50 ഇമ്രാൻഖാന്റെ മോചനം. പാക് തെരുവുകളിൽ പ്രതിഷേധം ശക്തമാക്കി ഇമ്രാൻഖാന്റെ പാർട്ടി അംഗങ്ങൾ.
പൂർണ്ണമായും ഇന്ത്യൻ വിജയകഥ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വെടിക്കോപ്പുകളില്ലാതെ പടക്കോപ്പുകളില്ലാതെ തളർന്നിരിക്കുന്ന പാകിസ്ഥാൻ ഒടുവിൽ IMFന്റെ മുന്നിൽ നിന്ന് കരയുന്നു. ഞങ്ങൾക്ക് കയ്യിൽ പണമില്ല, സഹായിക്കണം. ഉള്ള വെടിക്കോപ്പുകൾ യുക്രൈന് തൂക്കിവിറ്റ പാകിസ്ഥാന്റെ ഗതികേട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.